ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 സിലബസിലെ ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി പ്ലീസ് കാണേണ്ടതാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നും ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദേ ആർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത് വിച്ച് ആക്ട് ആസ് ഗൈഡ് ലൈൻ ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ്, അതൊരു സത്യമാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്ന ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്? അതൊരു ഗൈഡ് ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. ഒരു മാനേജ്മെന്റ് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് സെർവ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കാതെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അതായത് ഫസ്റ്റ് ഫീച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ്. സോ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനും യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അതായത് ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആയാലും അതിന്റെ സൈസ് ഏതായാലും, വെദർ ഇറ്റ് ബി എ സ്മോൾ, മീഡിയം ഓർ ലാർജ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, എന്ത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെങ്കിലും അത് ഏത് ആക്ടിവിറ്റിയിലാണ് എൻഗേജ്ഡ് ആയിരിക്കുന്നതെങ്കിൽ പോലും ഈ പ്രിൻസിപ്പിൾസിന് എല്ലായിടത്തും ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. ഇതിന് ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മളിപ്പോൾ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒക്കെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം കാണും, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന രീതിക്ക് കുറച്ച് വേരിയേഷൻസ് കാണും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിനെല്ലാം യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അത് ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആയാലും യൂറോപ്പിലുള്ള ഒരു കമ്പനി ആയാലും ഈ പ്രിൻസിപ്പിൾ നമുക്ക് ഒരുപോലെ അവിടെ അപ്ലൈ ചെയ്യാം. അത് ലാർജ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സ്മോൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ബി എ മാനുഫാക്ചറിങ് കൺസേൺ ഓർ വെദർ ഇറ്റ് ബി എ ട്രേഡിംഗ് കൺസേൺ ആയിക്കോട്ടെ. പക്ഷേ ഇതിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് സ്യൂട്ടബിൾ ആണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൽ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് വേരിയേഷൻസ് കാണും. ബട്ട് മോർ ഓവർ ഇത് ഹാവ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫീച്ചർ. ദെൻ സെക്കൻഡ് വൺ, ജനറൽ ഗൈഡ് ലൈൻ. ഞാൻ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇതെന്താണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് ഇറ്റ് പ്രൊവൈഡ് എ ഗൈഡ് ലൈൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. സോ ഇതിന്റെ സെക്കൻഡ് ഫീച്ചറാണ് ജനറൽ ഗൈഡ് ലൈൻ ആണ്. അതൊരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയേ ചെയ്യാവൂ എന്നൊരു കാര്യമല്ല ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് നമുക്ക് തരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് ദ പ്രോബ്ലം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഗീവ്സ് ഗൈഡ് ലൈൻസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് തരുന്നത്. മറിച്ച് ദേ ഡു നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലം. ഓർക്കുക, അതൊരിക്കലും നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ അല്ല തരുന്നത്. പക്ഷേ ആ ഒരു ഇഷ്യൂ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് എന്ത് തരുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് തരുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഇനി പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിക്കും. സോ ആ പ്രിൻസിപ്പിൾസ് കുറച്ചുകൂടെ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ കുറേയും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, ആ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ കറക്റ്റ് സൊല്യൂഷൻ അല്ല ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് തരുന്നത്. മറിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ദാറ്റ് ഇസ് എ ജനറൽ ഗൈഡ് ലൈൻ. അല്ലാതെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇതേ ചെയ്യാവൂ, ഈ പ്രിൻസിപ്പിൾ ഇങ്ങനെ തന്നെ ചെയ്താൽ ഇന്നതാണ് സൊല്യൂഷൻ, അതല്ല നമുക്ക് കിട്ടുന്നത്. മറിച്ച് ഇതൊരു ജനറൽ ഗൈഡ് ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, തേർഡ്
തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് എവല്യൂഷണറി മീൻസ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്. അത് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരാൾ എന്താണ് ഡെവലപ്പ് ചെയ്ത കാര്യമല്ല, അതല്ലെങ്കിൽ ഒരാളുടെ ഒരു പേഴ്സണൽ ഫീലിംഗിൽ നിന്നുണ്ടായ ഒരു പ്രിൻസിപ്പിൾ അല്ല, മറിച്ച് അത് ഒരുപാട് റിസർച്ച് വർക്കിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന ഫയോൾസിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്. ഫയോൾസിന്റെ പ്രിൻസിപ്പിൾ ആണെങ്കിൽ അദ്ദേഹം ഒരു കോൾ മൈനിങ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം അവിടെ നടത്തിയ ഒരു സ്റ്റഡി, ഒരു റിസർച്ച് വർക്കിൽ നിന്ന് ഇവോൾവ് ചെയ്ത കുറെ പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് വരുന്നത്. സോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റ രാത്രി കൊണ്ട് ഡെവലപ്പ് ആയ ഒരു കാര്യമല്ല, മറിച്ച് ഇറ്റ് വാസ് ഡെവലപ്പ് ത്രൂ എ റിസർച്ച് വർക്ക്, ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് വർക്കിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ്. ആൻഡ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ്, ചിലവർ അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ആയിട്ട് വന്ന കാര്യമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എവല്യൂഷണറി മീൻസ് ഇറ്റ് ഈസ് ഡെവലപ്പ് ത്രൂ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതിനകത്ത് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ സെൻസ് മീൻസ് ഇതൊരിക്കലും റിജിഡ് അല്ല. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് മുന്നോട്ട് പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾസ് എല്ലാം അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാവൂ എന്നുള്ളതല്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഈ പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വ്യത്യാസപ്പെട്ടാലും നേച്ചർ വ്യത്യാസമാണെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരിക്കലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് കുറച്ച് വ്യത്യാസപ്പെടുത്തി ആ ഓർഗനൈസേഷന്റെ നേച്ചർ അനുസരിച്ച് അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, ഒരിക്കലും റിജിഡ് അല്ല, ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ളതല്ല. നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്തി ഈ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബിഹേവിയർ ഇൻ നേച്ചർ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തേക്കുന്നത് തന്നെ എംപ്ലോയീസിന്റെ ബിഹേവിയർ ഗൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കുറച്ചുകൂടെ വർക്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വർക്കിൽ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മോറോവർ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി ബിഹേവിയർ ഇൻ നേച്ചർ. Then moving to the next feature, that is cause and effect relationship. അപ്പൊ ഇതിനകത്ത് പറയുന്ന കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊരു നമുക്കൊരു ജനറൽ ഒരു ഐഡിയ തരും അതിനുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് വഴി ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു എംപ്ലോയിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോഴും ശ്രദ്ധിക്കുക, ദേ കനോട്ട് സ്റ്റേറ്റ് എ പെർഫെക്റ്റ്ലി അബ്സല്യൂട്ട് റിസൾട്ട്. അതിനൊരിക്കലും ഒരു പെർഫെക്റ്റ് ഒരു അബ്സല്യൂട്ട് റിസൾട്ട് തരാൻ വേണ്ടി പറ്റത്തില്ല. ബട്ട് ബിക്കോസ് അതെന്താണ്, ഇത് നമ്മൾ വ്യക്തികളിലാണ്, ഹ്യൂമൻ ബീങ്സിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ മെഷീൻസിലോ ഒന്നും അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മറിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള എംപ്ലോയീസിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ തരും, എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്തായിരിക്കും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ റിയാക്ഷൻ, അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് ഈ പ്രിൻസിപ്പിൾസ് നമ്മളെ മനസ്സിലാക്കി തരും. സോ ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇതൊരിക്കലും നമുക്കൊരു കറക്റ്റ് പിക്ചർ അല്ല തരുന്നത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരത്തില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് തരത്തില്ല. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളൊരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഇങ്ങനെ റിയാക്ട് ചെയ്യൂ എന്നല്ല അതിനകത്ത് പറയുന്നത്, മറിച്ച് എംപ്ലോയിയുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെയാണ് നമുക്കൊരു ജനറൽ ഒരു ഐഡിയ തരുന്നത്. അങ്ങനെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. സോ ദ സിക്സ്ത് ഫീച്ചർ എന്ന് പറയുന്നത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിജൻസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആണല്ലേ. നമ്മൾ ഒരു ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് കമ്പനീസ് കാണാം, പല ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിന് നേച്ചർ ആവാം, സൈസ് ആവാം, അതിന് ജോഗ്രഫിക്കൽ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഡിഫറൻസ് ഉള്ള പല ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾസിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനുള്ള സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കണ്ടിജൻസി എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ പ്രിവെയിലിംഗ് ദ ഓർഗനൈസേഷൻ. ദെയർ ആപ്ലിക്കേഷൻ ഹാസ് ടു ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു നേച്ചർ, സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എപ്പോഴും ഓർക്കുക, അത് റിജിഡ് അല്ലാത്തത് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു ഓർഗനൈസേഷൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ്, ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 2 പേരുടെ പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് ഹെൻറി ഫയോണിന്റെയും രണ്ടാമത് FW ടൈലറിന്റെയും പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹെൻറി ഫയോണിന്റെ പ്രിൻസിപ്പിൾസ്, ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. അതൊരു 14 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്തുള്ളത്. ഇതാണ് കുറേയും കൂടെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും കൂടുതൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്നത്. പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കുന്നത് ഇതായിരിക്കും. ഫയോൾസിന്റെ പ്രിൻസിപ്പിളാണ് കൂടുതലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത്. FW ടൈലറിന്റെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FW ടൈലറിന്റെ ടെക്നിക്സ് ആണ് ചോദിക്കുന്നത്. പ്രിൻസിപ്പിൾസിനേക്കാൾ കൂടുതൽ അതിന്റെ ടെക്നിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫയോൾസിന്റെ പ്രിൻസിപ്പിൾ ഒരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. നോർമലി നിങ്ങൾക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻസിന്, അതായത് SI ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫയോൾസിന്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 14 പ്രിൻസിപ്പിൾസിലും ഓരോന്നും കുറേ ഉണ്ട്. സ്പെഷ്യലൈസേഷൻ ഉണ്ട്, എസ്പിരിറ്റ് ഡി കോബ്സ് ഉണ്ട്, അതുപോലെ സ്കെയിലാർ ചെയിൻ, അങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസ് അതിനകത്ത് ചെറുതായിട്ട് 2 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ ഫയോൾസ് പ്രിൻസിപ്പിൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ദെൻ ഇദ്ദേഹം ഫാദർ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. തിരിഞ്ഞു പോകരുത്, കാരണം നമ്മൾ FW ടൈലറിനെ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഹെൻറി ഫയോള് ഫാദർ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പളിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഹെൻറി ഫയോളിനെയാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ഒരു കോൾ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത് 1841. അതുപോലെ തന്നെ മൈനിങ് എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ഡിഗ്രി എടുത്തു. ഒരു കോൾ മൈനിങ് കമ്പനി അദ്ദേഹം വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ഒരു കണ്ടിജൻസി, ഇൻസോൾവൻസി അവിടെ ഉണ്ടായി. ആ ഇൻസോൾവൻസിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് സ്റ്റഡീസ്, കുറച്ച് റിസർച്ച് വർക്കുകൾ ഏകദേശം ഒരു 200 കമ്പനിയിൽ അദ്ദേഹം നടത്തി. ആ കമ്പനി ഉൾപ്പെടെ നടത്തി അദ്ദേഹം ഒരു റിസർച്ച് വർക്കിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് ഈ 14 പ്രിൻസിപ്പിൾസ്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്ന. ആ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത ആ കമ്പനി ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനി ആയിട്ട് ഫ്യൂച്ചറിൽ പിന്നീട് മാറുകയാണ് ചെയ്തത്. സോ അങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ഫയോൾസ്, ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ദെൻ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറേ ലെങ്തി ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ, ഇതിൽ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുമുള്ളതാണ്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ മതി. സോ ഈ വീഡിയോസ് ഇനിയും തുടർന്ന് കാണുക. പാർട്ട് 2 വരുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ കാണേണ്ടതാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.